ഇന്നത്തെ യാത്ര ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുടെ അടുത്തേക്കാണ്. അഹമ്മദാബാദിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്താണ് കെവാഡിയ സ്റ്റേഷനിൽ എത്തേണ്ടത്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ ഉള്ള കാര്യം എന്തെന്നാൽ ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് എന്നതാണ്. ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലുള്ള കെവാഡിയ സ്റ്റേഷൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ഏക്താ നഗർ സ്റ്റേഷൻ എന്നാണ്. ഇവിടെ നിന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് പോകാൻ ബസ് സൗകര്യം സൗജന്യമായി ലഭിക്കുന്നതാണ്. ഏകദേശം 8 കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് ബസ് യാത്ര. വളരെ മനോഹരമായ ഒരു ബസ് ബേ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബസ് ടെർമിനലിലേക്ക് എത്തുമ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പട്ടേലിന് പ്രതിമ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. നർമ്മദ നദിക്കരയിൽ സരോവർ ഡാമിന് അഭിമുഖമായാണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 8 മണി മുതലാണ് ഇവിടെ സന്ദർശന സമയം. പ്രതിമ സ്ഥിതി ചെയ്യുന്നതിന് ചുറ്റുപാടുമുള്ള ഡാം, സർവാണി വാട്ടർഫോൾസ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബട്ടർഫ്ലൈ ഗാർഡൻ, വാലി ഓഫ് ഫ്ലവർ ഇവിടങ്ങളിലേക്ക് ബസ് യാത്ര ലഭിക്കുന്നതാണ്. ഇവിടെ ഉള്ളത് മനോഹരമായ ഒരു ഗാർഡനാണ്. ഈ ഗാർഡന്റെ ഏതൊരു ഭാഗത്തു നിന്ന് നോക്കിയാലും പ്രതിമയെ കാണാൻ സാധിക്കുന്നതാണ്. പ്രതിമയ്ക്കുള്ളിൽ നമുക്ക് സന്ദർശിക്കണമെങ്കിൽ ഒരു ടിക്കറ്റിൽ 2 മണിക്കൂർ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്.
എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ ലേസർ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. അത് കാണുന്നതിനായി മുൻകൂട്ടി ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ടതാണ്. റോഡിൽ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെയാണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തുന്നതിനായി എസ്കലേറ്റർ സജ്ജീകരിച്ചിട്ടുണ്ട്. ₹150 ടിക്കറ്റിൽ ഇതിനകത്തുള്ള ഗാലറിയും സ്റ്റാച്ചുവിൻ്റെ ഫീറ്റ് ലെവൽ വരെ നമുക്ക് പോകാൻ കഴിയുന്നതാണ്. ₹380 ടിക്കറ്റ് എടുത്താൽ നമുക്ക് സ്റ്റാച്ചുവിൻ്റെ ചെസ്റ്റ് ലെവൽ വരെ ഉള്ളിൽ പോയി സന്ദർശിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ എൻട്രി ചെയ്യുന്നത് ഒരു എക്സിബിഷൻ സെൻറ്ററിലോട്ടാണ്. ഇതിനുള്ളിൽ മിനി തിയേറ്ററുകൾ ഉണ്ട്. ഇവിടെ പട്ടേലിൻ്റെ ചരിത്രം നമുക്കൊരു സിനിമ രീതിയിൽ കാണാവുന്നതാണ്. ദിവസേന 10,000-കണക്കിന് ആൾക്കാരാണ് ഈ പ്രതിമ കാണാൻ വേണ്ടി ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് 45-ാമത്തെ ഫ്ലോറിലാണ് സ്റ്റാച്ചുവിൻ്റെ ചെസ്റ്റ് ലെവൽ ഗാലറി സ്ഥിതി ചെയ്യുന്നത്.
അദ്ദേഹത്തിൻ്റെ 2 കാലുകളിലുമായി 2 ഹൈ സ്പീഡ് ലിഫ്റ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ലിഫ്റ്റിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. 35 സെക്കൻഡിനുള്ളിൽ നമ്മൾ 45ാമത്തെ നിലയിലെത്തുന്നതാണ്. അത്തരത്തിലുള്ള ഹൈ സ്പീഡ് ലിഫ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ചെസ്റ്റ് ലെവലിലുള്ള ഗാലറിയിൽ നിന്നുകൊണ്ട് നർമ്മദ നദിയുടെ മനോഹരമായ കാഴ്ച നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഗാലറിയിൽ നിന്നുകൊണ്ട് നർമ്മദ നദിയുടെ അതിമനോഹരമായ കാഴ്ച കാണാവുന്നതാണ്. ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് സിമൻറ്റും കോൺക്രീറ്റും സ്റ്റീൽ പ്ലേറ്റും ഉരുക്കും വെങ്കല പ്ലേറ്റും മൈക്രോ പാനലും കൊണ്ടാണ്. പ്രതിമയുടെ കാലിൻ്റെ ഭാഗം വരെ നമുക്ക് പോയി കാണാവുന്നതാണ്. വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു അടിപൊളി ഫീല് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്.